Hi, hello, welcome to Dev's YouTube world. എന്താ പറയുക ദേവ്സ് ഹായ് ഹലോ വെൽക്കം ടു ദേവ്സ് യൂട്യൂബ് വേൾഡ്. ദേവ്സ് യൂട്യൂബ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ല, ഇത് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കുൽഫിയാണ് കേട്ടോ. കുൽഫിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ടൊമാറ്റോ കുൽഫിയാണ്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടും, കാരണം ടൊമാറ്റോ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ടൊമാറ്റോ കുൽഫി ഇഷ്ടപ്പെടും. പിന്നെ കുൽഫി എന്താ പറയുന്നത്, ഇന്ത്യൻ ഐസ്ക്രീം എന്നാണല്ലോ കുൽഫി പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി ചേർന്ന് നമുക്ക് എപ്പോഴും പെട്ടെന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു കുൽഫി തയ്യാറാക്കാം. പലതരത്തിലുള്ള കുൽഫികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കഴിച്ചിട്ടുണ്ടാകും. അതെന്തൊരു ചെറിയ വ്യത്യാസം മാത്രം. അങ്ങനത്തെ ഒരു കുൽഫിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കാണാൻ മറക്കരുത്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് കണ്ടാൽ മാത്രമേ അതിൻ്റെ മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ എന്താ സ്പെഷ്യാലിറ്റി എന്ന്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് കുൽഫി തയ്യാറാക്കാൻ നമുക്ക് കിച്ചണിലോട്ട് പോകണം. ഓക്കെ, നമുക്ക് കിച്ചണിലോട്ട് പോയി കുൽഫി തയ്യാറാക്കിയാലോ എങ്ങനെയാണ്. വെയിറ്റ് ആൻഡ് വാച്ച്. കുൽഫി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗോ ടു കിച്ചൺ. ഓക്കെ, നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓക്കെ, കുൽഫി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന സാധനം കണ്ടല്ലോ, 1/2 ലിറ്റർ പാലാണ്. 1/2 ലിറ്റർ പാല് മതി, കാരണം ഒത്തിരി ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് തിളപ്പിച്ചെടുക്കാം. ഫസ്റ്റ് പാലൊന്ന് തിളക്കട്ടെ കേട്ടോ. പാല് തിളച്ചതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം. ഒത്തിരി തിളക്കണ്ട, ഫസ്റ്റ് ഒന്ന് ചൂടായൊന്ന് വരട്ടെ. ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിന് ശേഷം ചേർക്കാം. പാലൊന്ന് കുറച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ. പാല് തിളച്ചുണ്ടോ, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിൽ ഷുഗറാണ് കേട്ടോ. ഷുഗർ അതിന് മുന്നേ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. 3 സ്പൂൺ ഷുഗറാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് ഇടാനുള്ളത് ആൽമണ്ടാണ് കേട്ടോ. ആൽമണ്ട് ഞാൻ ഇത്ര ഇട്ടു. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. കണ്ടത് ഞാൻ പൊടിച്ചെടുത്തു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട്. ഇനി നമുക്കിത് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അതിൽ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത്ര മധുരം ഞാൻ ചേർത്തിട്ടില്ല, ആവശ്യത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വേസ്റ്റ് ആകത്തുമില്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ പാല് തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ കണ്ടോ, ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ടൊമാറ്റോ
ഇത് രണ്ടുമാണ്. അപ്പോൾ ഗ്ലാസ്സിലാവുമ്പോൾ അത് ഒരേ ലെവലിൽ ഇരുന്നോളും, ചരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, പാലെടുത്തല്ലോ, നമുക്ക് കണ്ടല്ലോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതേ മെത്തേഡിൽ ഇതിലും നമുക്ക് ഒഴിക്കാം. കണ്ടോ? ഇനി ചെയ്യാനുള്ളത്, ആൽമണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയൊന്നും വേണ്ട, കുറച്ച് ആൽമണ്ട് നമുക്ക് ഇതിലിടാം. നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. ക്ലോസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് റെഡിയായി, കണ്ടല്ലോ. നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം. കാരണം എന്താ, ഇത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് നമുക്കിത് ഗ്ലാസ്സിലോട്ട്, ഞാനിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. ഇനി ഒരു എന്താ പറയുക, കുൽഫിക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വാങ്ങുന്നത് അത്ര ബുദ്ധിമുട്ടാണോ? ആണ്. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടോ, ഒരു സ്പൂണാണ്. നമുക്ക് കുൽഫി കുടിച്ചാൽ പോരെ, ഐസ്ക്രീം സ്റ്റിക്ക് തന്നെ വേണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതാണ്. ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് വെക്കാം. കണ്ടല്ലോ നമ്മുടെ ടൊമാറ്റോ കുൽഫി. എങ്ങനെയുണ്ട് ടൊമാറ്റോ കുൽഫി? കാണാൻ ഭംഗിയുണ്ട് കേട്ടോ, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഇത് കണ്ടോ, ടൊമാറ്റോ കുൽഫി എങ്ങനെയുണ്ട്? ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുൽഫി അല്ലേ ഇത്? കാണുമ്പോലെ തന്നെയാണ്, ടേസ്റ്റിയാണ്. നോക്കിയേ, ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെയാണ് ഇത്. ഞാൻ ഗ്ലാസ്സിൽ വെറുതെ ചെയ്താണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കുൽഫി, ടൊമാറ്റോ കുൽഫി. കണ്ടോ, ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചു. രണ്ടും പാർട്ടായിട്ട് വെച്ചു. കണ്ടല്ലോ. ഇനി നമുക്ക് കഴിക്കാം. എങ്ങനെയാന്നല്ലേ? ടൊമാറ്റോ ഇഷ്ടമുള്ളവർക്ക് ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തു. ഇതേ കണ്ടോ, ഈ രീതിയിലും നമുക്ക് കഴിക്കാം. ഇല്ല എങ്കിൽ സ്പൂൺ എടുക്കുക, സ്പൂണിട്ട് നമുക്കിത് കഴിക്കാം. പിന്നെ അല്ലാതെ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ മോഡൽ ഗ്ലാസ് കണ്ടല്ലോ. ഇപ്പം ഞാൻ സ്പൂണാണ് വെച്ചേക്കുന്നത്. കാരണം ഒരു കുൽഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിനിയിപ്പോൾ സ്റ്റിക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഞാനിത് തയ്യാറാക്കിയത്. കണ്ടല്ലോ, നിങ്ങൾക്ക് കുൽഫി ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടോ? ഇന്നത്തെ സ്വീറ്റ് ടേസ്റ്റി കുൽഫി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്നല്ലേ, പായസമാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ പായസമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മറക്കരുത്. വീണ്ടും എത്താം. ഓക്കെ, ബൈ.